ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് ഐലൻഡ് റിസോർട്ടിലെ വൺ ഡേ സ്റ്റേക്ക് ശേഷം ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള നമ്മുടെ പൂവാറുള്ള ഗോഗോലാൻഡ് ഐലൻഡ് റിസോർട്ടിലാണ് കേട്ടോ. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കില്ല ഈ ഐലൻഡിനെ പറ്റി. ഞങ്ങളിവിടെ സെക്കൻഡ് ടൈം ആട്ടോ വരുന്നത്. സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. കാർ പാർക്കിനോട് ഒരുപാട് നേരം നമുക്ക് കാത്തു നിൽക്കേണ്ടി വരും. ട്രിവാൻഡ്രത്തുള്ളവരല്ല കേട്ടോ കൂടുതലും. നമ്മുടെ തൃശ്ശൂരും എറണാകുളവും കോഴിക്കോടും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നേക്കുന്നത്. ഫൈനലി ഞങ്ങൾ ബോട്ട് വന്നു. ഞാനും അച്ഛനും എൻ്റെ സഹോദരനും കാശിക്കോട്ടനും ചേട്ടനും കൂടിയിട്ടാണ് പോയത് കേട്ടോ. ഇനി ഈ ബോട്ട് തിരിയുന്ന ഒരു 2 മിനിറ്റ്. കാര്യം തിരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്കൊരു പാലത്തിന് പകരമാണ് ഈ ഒരു ബോട്ടുള്ളത് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെയാണ് ഐലൻഡ് ഉള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞാലും വീണ്ടും ഒരു 5 മിനിറ്റ് നടന്ന് മാത്രം റിസപ്ഷനിൽ എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവസാനം റിസപ്ഷനിലെത്തി. എത്തിയപ്പോഴാണ് ഞങ്ങൾക്കൊരു ചെറിയൊരു പണി കിട്ടിയത്. ഓൾറെഡി ഞാൻ പേയ്മെൻറ്റ് അടച്ചാണ് ഇവിടുന്ന് 2 റൂം ബുക്ക് ചെയ്തത്. എന്നാൽ 1 മണിക്ക് ചെക്ക് ഇനുള്ള ഞങ്ങൾക്ക് 1:50-നാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. അത് ഒരു റൂമ്. ബാക്കിയുള്ള ഒരു റൂമ് ക്ലീനിങ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ ആദ്യമേ കാശ് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ അവസ്ഥ ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിന്നപ്പോഴത്തേക്ക് റിസപ്ഷനിൽ ഓൾറെഡി ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരുന്നു. ഫുഡ് പ്രോപ്പറായിട്ട് തരുന്നില്ല, നിങ്ങളുടെ സർവീസ് പോരാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം ഇടയിൽ കഴിഞ്ഞ് ഞങ്ങൾക്ക് നേരെ ഞങ്ങളുടെ റൂമിലോട്ട് പോയി. റൂം കിട്ടി. ഞങ്ങൾ കയറി ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് മണി 3:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ റൂം. ക്യാപ്സൂൾ റൂമാണ്. ഈ റൂമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണണം കേട്ടോ. ഫൈനലി ഞങ്ങൾ 3:30 ആയപ്പോൾ നേരെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വാട്ടർ തീം പാർക്കിലോട്ട് പോയി. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അപ്പോഴത്തേക്കാണ് തൊട്ടപ്പുറത്ത് നിന്ന് നമുക്ക് അടുത്ത നിലവിളി വരുന്നു. എങ്ങനെയാ റെയിൻ ഡാൻസിനുള്ളത്. അങ്ങനെ നേരെ ഞങ്ങൾ റെയിൻ ഡാൻസിന് പോയി. റെയിൻ ഡാൻസിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 2:30 മുതൽ 5 മണി വരെ ആയിരുന്നു. ഓരോ അരമണിക്കൂർ വീതമായിരുന്നു നമുക്ക് റെയിൻ ഡാൻസ് ഉണ്ടായിരുന്നത്. അധിക നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം 5 മണിയാവാൻ ഇനി അല്പസമയമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഉള്ള സമയത്ത് ഞങ്ങൾ റെയിൻ ഡാൻസ് അടിപൊളിയായിട്ട് അർമാദിച്ചു കേട്ടോ. അതായിരുന്നു എനിക്ക് ഈ കൂട്ടത്തിൽ ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരുപാട് നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും വാട്ടർ തീം പാർക്കിലോട്ട് പോയി. അവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾക്ക് പൂളിലോട്ട് പോകാനുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു കേട്ടോ. കാര്യം പൂളിൻ്റെയൊക്കെ വൃത്തി കണ്ടപ്പോൾ ഞങ്ങൾക്കതിന് പോകാൻ തോന്നിയിട്ടില്ല. നിങ്ങൾ കാണുന്നില്ലേ, നമ്മുടെ നാട്ടിലേക്ക് പായൽ പിടിച്ച കുളത്തിൻ്റെ അവസ്ഥയാണ് അവിടുത്തെ പൂളിൻ്റെ അവസ്ഥ. സൈഡിലെ ടൈലൊക്കെ നമ്മൾ ചവിട്ടുമ്പോൾ ഇങ്ങനെ ഇളകി ഇളകി ഓരോ കട്ടയായിട്ട് ഇളകി ഇളകി വരുന്നുണ്ടായിരുന്നു. ഒട്ടും ക്ലീൻ അല്ലായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളായിട്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഈ വൃത്തിയില്ലാത്ത ഈ ഒരു പൂളിൽ തന്നെയായിരുന്നു. കുഞ്ഞുങ്ങളല്ലേ, അവരൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളും കൂടെയാണല്ലോ. അതുകൊണ്ട് പിന്നെ അവരൊക്കെ പൂളിൽ തന്നെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഞങ്ങൾ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. നൂഡിൽസും ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും. പറയുകയാണെങ്കിൽ ഫുഡ് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. നല്ല റേറ്റും ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ നൈറ്റ് വ്യൂ. ഞങ്ങളുടെ റൂമിൻ്റെയൊക്കെ ഫ്രണ്ടിലുള്ള ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ രാവിലെ തന്നെ എണീച്ച് ബാഡ്മിൻ്റനൊക്കെ കളിക്കാൻ പോയി. കളിക്കാൻ പോയെന്ന് വെച്ചാൽ പെട്ടെന്ന് വിശപ്പുണ്ടാകാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരുവേ. പക്ഷേ അവിടെ വീണ്ടും അടുത്ത പണി കിട്ടി. 8 മണി എന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് വന്നപ്പോൾ തന്നെ മണി 9 കഴിഞ്ഞു. ഫുഡ് വലിയ മെനു ഒന്നും ഇല്ലായിരുന്നു. ദോശ, പൂരി, സാമ്പാർ, ചട്നി, സാ മുട്ടക്കറി, ജാം, ബ്രെഡ്, കട്ട് റോസ്, പിന്നെ ചായ. ഫുഡ് ഞാൻ പറഞ്ഞല്ലോ ആസ് യൂഷ്വൽ കൊള്ളത്തില്ല. പിന്നെ നേരെ ഞങ്ങൾ ബാക്കിയുള്ള ആക്ടിവിറ്റീസായി ഫിഷ് പായ്ക്കും അങ്ങനെയൊക്കെ പോയി കേട്ടോ. ഫിഷ് പായുടെ അവസ്ഥയും സെയിം തന്നെ. പൂളിൻ്റെ അതേ അവസ്ഥയാണ് ഫിഷ് പായലും. ആഹാ, അടിപൊളി! എന്താ മനോഹരം കാണാൻ. അതിനുശേഷം നേരെ ഞാൻ ലൈഫിൽ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. ഈ കാണുന്ന സിപ്പ് ലൈൻ ചെയ്യണമെന്നുള്ളത്. ഇവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. കാര്യം രാവിലെ തന്നെ ആക്ടിവിറ്റി ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരുന്നിട്ടുണ്ടായിരുന്നു. ഡേ പാക്കേജൊക്കെ എടുത്ത് വരുന്ന ആൾക്കാർക്കും ഇങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഒന്നും നമുക്ക് ഫ്രീ അല്ല കേട്ടോ. കുറേയൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ചെയ്യേണ്ട റൈഡുകൾ ഒരുപാടുണ്ടായിരുന്നു. എന്തായാലും ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം വാഗമണ്ണ്, മൂന്നാറിലൊക്കെ പോകുമ്പോഴും ചെയ്യണമെന്ന് വിചാരിച്ചത് ഇന്ന് ഇവിടെ വെച്ച് സാധിച്ചു. അതെനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ. പേയ്മെൻറ്റുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ ചിൽഡ്രൻസ് പാർക്ക് അത് അത്യാവശ്യം അടിപൊളിയായിരുന്നു. അവിടെ കുഞ്ഞു പിള്ളേരുമായിട്ട് വരുന്നവർക്ക് കുഞ്ഞുങ്ങളെ സേഫായിട്ട് അവിടെയൊക്കെ നിർത്താൻ പറ്റും. കാര്യം വലിയവർക്കുള്ളതൊന്നും അത്യാവശ്യം ഞാൻ പറയുകയാണെങ്കിൽ ഒന്നും പോരാ എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. നിങ്ങൾ ഗോകുലണ്ട് വരുമ്പോൾ 1, 2 പ്രാവശ്യം നന്നായിട്ട് ചിന്തിക്കുക കേട്ടോ. ഒരുപാട് റിവ്യൂസ് കേട്ടിട്ട് മാത്രമേ നിങ്ങൾ വരാൻ പാടുള്ളൂ. പരസ്യം കണ്ട് ഒരിക്കലും ഒരാൾ ഇങ്ങോട്ട് വരരുത് എന്നാണ് എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ളത്. 11:30 ആയപ്പോൾ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തു. ഗോകുലണ്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ക്യാഷ് കുറവാണെങ്കിലും സർവീസ് ബേസും റൂമും എല്ലാം അടിപൊളിയായിരുന്നു. ഫീനസ് തന്നെയായിരുന്നു. ഇവിടെ പേയ്മെൻ്റ് ആയിട്ടുള്ള എല്ലാ റൈഡിൻ്റെയും ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചെക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ലവ് യു ഓൾ.